മറ്റുള്ളവരോട് എന്ത് കാര്യങ്ങളും തുറന്ന് പറയുന്നതിൽ മടി കാണിക്കുന്നതും നമുക്കൊരു പക്ഷേ ജീവിതത്തിൽ പ്രശ്നങ്ങളെ സൃഷ്ടിച്ചേക്കാം. 3-ാം ഭാവത്തിൽ ഭാവേ ഭ്രാതൃകതയെ സഹായവികമോ സോദര്യ രോഗാധികം എന്നാണ്. ഇപ്പോൾ വയ്യാഴികൾ വരികയോ ദീതൗഷ്ട്യ ധൈര്യക്ഷയം, നമ്മുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നതായ സ്വഭാവങ്ങളോ ഇല്ലെങ്കിൽ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നതായ ഫലങ്ങളൊക്കെ ആയിരിക്കും നമുക്കിതിൻ്റെ ആദ്യ മാസങ്ങളിലെ അനുഭവത്തിൽ വരാറ്. അതുകൊണ്ട് തന്നെ ഈ 2026 ജൂൺ മാസം വരെയുള്ള സമയങ്ങളിൽ പ്രധാനമായിട്ടും മനോബലത്തെ വർദ്ധിപ്പിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. 12-ാം ഭാവത്ത് നിൽക്കുന്ന ശനി 7ര ശനിയെ നൽകുന്നതിനാൽ ധനനഷ്ടങ്ങളൊക്കെ പറയുന്നത് കൊണ്ട് ധനപരമായിട്ടുള്ള കാര്യങ്ങൾ വളരെ ഗൗരവമായിട്ട് ആലോചിച്ച് ചെയ്യണം. മറ്റുള്ളവരുമായിട്ട് പങ്കാളിത്തത്തിലൂടെ നടത്തുന്ന തൊഴിൽ സ്ഥാനങ്ങളിൽ സാമ്പത്തികത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വയ്ക്കണം. എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു സ്വഭാവവിശേഷം ഇവർക്ക് പറയുന്നുണ്ട്. അതിനെ ഈ വർഷമെങ്കിലും കഴിയാവുന്നത് മാറ്റിവെക്കുക. നമ്മുടേതായ വിജയത്തിന് വേണ്ടിയിട്ട് നമ്മൾ കാംക്ഷിക്കുന്നത് പോലെ മറ്റാരും കാംക്ഷിക്കില്ല എന്ന് മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ നോക്കുക. അങ്ങനെയുള്ള പ്രവർത്തന രീതി തന്നെ ജീവിതത്തിൽ ഒരു പരിധിവരെ നമുക്ക് വിജയം കൊണ്ടുവന്ന് തരും. പലപ്പോഴും വർഷ ആരംഭത്തിൽ തൊഴിൽ സ്ഥാനം മാറേണ്ടതായ സാഹചര്യം വരും. വർഷങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന തൊഴിൽ സ്ഥാനത്ത് നിന്ന് തൊഴിൽ നഷ്ടങ്ങൾ വരുന്നതിനുള്ള യോഗവും ഈ പുതുവർഷത്തിൻ്റെ ആദ്യത്തിൽ അനുഭവത്തിൽ വന്നേക്കാം. എന്നിരുന്നാൽ തന്നെ ഗുണദോഷ മിശ്രിതമായിരിക്കുന്ന ഒരു ഫലത്തെയായിരിക്കും ഫെബ്രുവരി മാസം തൊട്ട് അനുഭവത്തിൽ വരാറ്. അപ്പം ആ ഗുണഫലത്തെ സിദ്ധിക്കുന്നതിനും നമ്മുടെ ദോഷഫലങ്ങളൊക്കെ മാറുന്നതിനും പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് തൊഴിൽ സ്ഥാനങ്ങൾ പ്രവർത്തിക്കുക.